പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 22 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് പ്ലാനിംഗ് ആണ്. സമയം നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മളുടെ എക്സാമിലെ പെർഫോമൻസും. നമ്മൾ ഓരോ ദിവസം കുറച്ച് സമയം കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ, അതിൻ്റെ അപ്ഡേഷന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Which software has been released on International Mother Language Day by the Kerala Infrastructure and Technology for Education (KITE)? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അന്താരാഷ്ട്ര മാതൃഭാഷ ദിനത്തിൽ ഏത് സോഫ്റ്റ്വെയറാണ് പുറത്തിറക്കിയത്? കൈറ്റ് GNU ലിനക്സ് ലൈറ്റ് 2020. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അന്താരാഷ്ട്ര മാതൃഭാഷ ദിനത്തിൽ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ് കൈറ്റ് GNU ലിനക്സ് ലൈറ്റ് 2020. ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഉബുണ്ടുവിലാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. In which city of Kerala is the French Embassy in Pondicherry hosting the 2021 annual Francophonie Festival? പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് എംബസി കേരളത്തിലെ ഏത് നഗരത്തിലാണ് 2021 വാർഷിക ഫ്രാങ്കോഫോണിസ് ഫെസ്റ്റിവൽ ആതിഥേയം വഹിക്കാൻ പോകുന്നത്? തിരുവനന്തപുരം. ഫ്രഞ്ച് കൗൺസിൽ ജനറൽ ലൈസ് ടാൽബോട്ട് ബാരെയാണ് 2021 ആനുവൽ ഫ്രാങ്കോഫോണിസ് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടത്താൻ പോകുന്ന വിവരം അറിയിച്ചത്. ഫ്രാൻസും കേരളവും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഫ്രഞ്ച് ഭരണകൂടത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. വിച്ച് ഓർഗനൈസേഷൻ ഇൻ കേരള ഹാസ് ഡെവലപ്ഡ് എ ടെക്നോളജി ഫോർ മാനുഫാക്ചറിങ് 100% ബയോഡിഗ്രേഡബിൾ ടേബിൾ വെയർ ഫ്രം വീറ്റ് ബ്രാൻ? ഗോതമ്പ് തവിടിൽ നിന്ന് 100% ജൈവ നശീകരണ ടേബിൾ വെയർ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കേരളത്തിലെ ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി NIIST. പാപ്പനംകോടുള്ള NIIST ആണ് ഗോതമ്പ് തവിടിൽ നിന്ന് 100% ബയോഡിഗ്രേഡബിൾ ടേബിൾ വെയറും കൂടാതെ ഡിഷസും കപ്പുകളും നിർമ്മിക്കാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ടെക്നോളജി കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഓറോ എക്സിമിനെ NIIST കൈമാറി. വാട്ട് ഈസ് ദ തീം ഓഫ് ദി 26th എഡിഷൻ ഓഫ് ഹുനാർ ഹാറ്റ് വിച്ച് വാസ് ഇനോഗ്രേറ്റഡ് ബൈ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഓൺ 21 ഫെബ്രുവരി 2021? 2021 ഫെബ്രുവരി 21 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത ഹുനാർ ഹാത്തിൻ്റെ 26ാം പതിപ്പിൻ്റെ തീം എന്താണ്? വോക്കൽ ഫോർ ലോക്കൽ. ഇന്ത്യയുടെ പരമ്പരാഗത കലയുടെയും കരകൗശലത്തിൻ്റെയും മനോഹരമായ എക്സിബിഷനാണ് ഹുനാർ ഹാത്ത്. കൂടാതെ രാജ്യത്തിൻ്റെ സാംസ്കാരിക മൊസൈക്കും. മാർച്ച് 1 വരെയാണ് ഹുനാർ ഹാത്ത് നടക്കുന്നത്. ഏതാണ്ട് 31ഓളം സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് നിന്ന് 600ഓളം കരകൗശല വിദഗ്ധർ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. Which country has signed 2 agreements between India on visa facilitation and leather technology on 19th February 2021? 2021 ഫെബ്രുവരി 19 വിസ സൗകര്യവും ലെതർ സാങ്കേതിക വിദ്യയും സംബന്ധിച്ച് ഇന്ത്യയുമായി 2 കരാറുകൾ ഒപ്പുവെച്ച രാജ്യം? എത്യോപ്യ. എത്യോപ്യയിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള ഡെമേക്കെ മെക്കോനൻ ഹാസൻ ആണ് ഇന്ത്യയുമായിട്ട് വിസ ഫെസിലിറ്റേഷനും ലെതർ ടെക്നോളജിയിലും കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ഹൂ വൺ ദി ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 ഇൻ ദി മെൻസ് സിംഗിൾ ഫൈനൽ? പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിക്. റഷ്യയുടെ ഡാനിൽ മെഡ്വദേവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വേൾഡ് നമ്പർ 1 നൊവാക് ജോക്കോവിക് 9ാമത്തെ പ്രാവശ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ ടൈറ്റിൽ
കരസ്ഥമാക്കുന്നത്. ജോക്കോവിക് ഇപ്പോൾ 18ഓളം ഗ്രാൻഡ് സ്ലാംസ് ആണ് നേടിയിട്ടുള്ളത്. 20ഓളം ഗ്രാൻഡ് സ്ലാം നേടിയ വ്യക്തികളാണ് റോജർ ഫെഡററും റഫേൽ നഡാലും. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.